ലാവുന്നുണ്ടോ? കഫറ എന്നവന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണല്ലേ പ്രവാചകൻ? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ റസൂലുള്ളാഹി ആരാ? പ്രവചനം നടത്തുകയായി ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി. കഫറ, അവൻ സത്യനിഷേധിയാ, അവൻ കള്ളനാണ്. അവൻ വന്നിട്ട് പറയും ഞാനാണ് റബ്ബ് എന്ന് പറയും. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ്. ഫിർഔനെ പോലെ അഹങ്കാരമൊക്കെ കാണിക്കും. പക്ഷേ സത്യനിഷേധികളായ ആളുകൾ അവനാണ് അല്ലാഹ് എന്നും പറഞ്ഞ് അവന്റെ പിറകെ പോകുക. തീർന്നില്ല, വീണ്ടും ദജ്ജാലിനെ പറ്റി പഠിപ്പിക്കുകയാണ്. ദജ്ജാലു അഅ്വർ ഐനൽ ഖുസ്റാ, അവന്റെ ഇടത് കണ്ണ് പൊട്ടിയവനാണ്, ഇടത് കണ്ണ് പൊട്ടിയവനാണ്. മഅഹു ജുഫാനു ശഅരി, അവന്റെ ശരീരത്തില് ജടപിടിച്ച രോമമുണ്ട്, ജടപിടിച്ച മുടിയുണ്ടെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഇടത് കണ്ണനാണ്, അവന്റെ ഇടത് കണ്ണ് പൊട്ടിയവനാണ്, കൊള്ള കണ്ണ് പൊട്ടിയിട്ടുണ്ട്. രണ്ട്, ദജ്ജാല് വരുമ്പോ അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായി പറയുന്ന കഫറ എന്ന് വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് അവന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോ കരുതിക്കും അവൻ ദജ്ജാലാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അത് പറയും. അത് ഇൻഷാ അല്ലാഹ് പിറകെ നമുക്ക് സൂചിപ്പിക്കാം. അവന്റെ ശരീരത്തിൽ ജടപിടിച്ച രോമമുണ്ട്, മുടിയുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മഅഹുൽ ജന്നതുഹു വനാറുഹു, അവനോടൊപ്പം ഒരു സ്വർഗവുമുണ്ട്, അവനോടൊപ്പം ഒരു നരകവുമുണ്ടെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ കയ്യില് സ്വർഗമുണ്ട്, അവന്റെ കയ്യില് നരകമുണ്ട്. വനാറഹുൽ ജന്നതു വജന്നതുഹുൻ നാർ, അവന്റെ നരകം സ്വർഗമാണ്, അവന്റെ സ്വർഗം നരകമാണ്. അവന്റെ നരകം സ്വർഗമാണ്, എന്നാൽ അവന്റെ സ്വർഗം നരകവുമാണ്. കാത്തു രക്ഷിക്കണേ അല്ലാഹ്. നമ്മളെല്ലാവരെയും നീ അവന്റെ നരകത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദജ്ജാലിന്റെ നരകത്തിലാണ് കേട്ടോ, അള്ളാന്റെ നരകത്തിലല്ല, ദജ്ജാലിന്റെ നരകത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവൻ ഈ ഭൂമി ലോകത്ത് മുഴുവനും ഇറങ്ങി വരും. ഇറങ്ങി വന്നുകൊണ്ട് വല്ലാത്ത ഫിത്നകൾ ഈ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ അവൻ ഉണ്ടാക്കും. അവൻ വന്നുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിം സഹോദര അവൻ പറയും അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറയും. ഞാനാണ് റബ്ബ്, ഞാനാണ് നിങ്ങളെ പടച്ചവൻ. ഈ ഭൂമി ലോകം മുഴുവനും പടച്ചിതേപോലെ നിർത്തുന്നവൻ ഞാനാണ് എന്ന് ദജ്ജാല് പറയും. അങ്ങനെ പറയുമ്പോ അവനിലേക്ക് വിശ്വാസം കൊണ്ട് പോകുന്ന ആളുകളെ അവന്റെ സ്വർഗത്തിലേക്ക് അവൻ വലിച്ചെറിയുകയാണ്, അവന്റെ സ്വർഗത്തിലേക്ക് അവൻ ഇടപെടുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പടച്ച റബ്ബിന്റെ മുമ്പ് അത് നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? പടച്ച റബ്ബിന്റെ മുമ്പ് അവനെ വിശ്വസിച്ച് അവനാണ് റബ്ബെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നവർ, അവനാണ് റബ്ബെന്ന് പറയുമ്പോൾ അവനാണ് പടച്ച റബ്ബെന്ന് പറയുന്നവർക്ക് അള്ളാഹുവിന്റെ നരകമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റതോ മുഅ്മിനീങ്ങളായ ആളുകൾ അവനെ കൊണ്ട് വിശ്വസിക്കൂല. ഈ ലോകത്ത് അല്ലാഹുവിനനുസരിച്ച് ഈമാനോടുകൂടിയും തഖ്വയോടുകൂടിയും ജീവിച്ചതായ മനുഷ്യർ ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കുകയില്ല, ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്കുകയില്ല. അപ്പോൾ ദജ്ജാല് മൂർച്ചയേറിയ ഒരു വാളെടുത്തുകൊണ്ട് ഇവരെ രണ്ടായിട്ട് പിളർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ അവന്റെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാ, എന്നിട്ട് അവന്റെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ നരകം പടച്ച റബ്ബിന്റെ മുമ്പ് സ്വർഗമാണ്. അതുകൊണ്ട് ദജ്ജാലിന്റെ നരകമാണ് നമുക്ക് ആവശ്യം. ദജ്ജാലിന്റെ സ്വർഗം വേണ്ട ഉമ്മ, ദജ്ജാലിന്റെ സ്വർഗം വേണ്ട ഉമ്മ, ദജ്ജാലിന്റെ സ്വർഗം നരകമാണ് ഉമ്മ, പടച്ച റബ്ബിന്റെ മുമ്പ് നരകമാണ് ഉമ്മ. ദജ്ജാലിന്റെ നരകത്തിന് വേണ്ടി ആഗ്രഹിക്കും. ദജ്ജാലിന്റെ നരകമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യം. ദജ്ജാലിന്റെ നരകം പടച്ച റബ്ബിന്റെ മുമ്പ് സ്വർഗമാണ്. ഏകഇലാഹായ പടച്ച റബ്ബിന്റെ മുമ്പ് ദജ്ജാലിന്റെ നരകം സ്വർഗമാണെന്ന് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വീണ്ടും ദജ്ജാലിനെ പറ്റി ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നഹു ഖാരിജുൻ ബിഖല്ലാ
ഹല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവൻ പൊങ്ങുന്നത്. ഹല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അവൻ വരുന്നത്. ഹല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ദജ്ജാൽ വരുന്നതെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞില്ല വീണ്ടും അതാ ഓർമ്മപ്പെടുത്തുകയാ. ബൈന ശാമി വൽ ഇറാഖ്, ഈ ഹല്ല എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയണ്ടേ? റമദാന്റെ 15-ാമത്തെ ദിവസം എന്നെ കേൾക്കാൻ വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കറിയണ്ടേ? സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലാണെന്ന് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ തീർന്നില്ല വീണ്ടും അവനെ പറ്റി ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിൽ 40 ദിവസം അവൻ ആ 40 ദിവസം ദജ്ജാല് ഭൂമി ലോകം മുഴുവനും അക്രമം ഉണ്ടാക്കുകയാണ്. മുസ്ലിമിനെ നേരെ അരാജകത്വം ഉണ്ടാക്കുകയാണ്. മുസ്ലിമിനെ കൊല്ലുകയാണ്. മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. കടലുകളെ കുടിച്ചു പറ്റിക്കുകയാണ്. പടച്ച റഹ്മാനേ, അവൻ കടലിലേക്ക് ഇറങ്ങിയതാ വലിയ വലിയ തിമ്മീങ്കലത്തെ പോലുള്ള മീനുകളെ പിടിച്ചു വെക്കുകയാണ്. മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ മഹാ അത്ഭുതങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിക്കുമ്പോ ഇത് കാണുന്ന കാഫിരീങ്ങളായ ആളുകൾ പറയുമത്രേ, നീയാണ് അല്ലാഹ് എന്ന് പറയുകയാണ്. അവന്റെ നരകത്തിലെ അവന്റെ സ്വർഗത്തിലേക്ക് അവനെ വലിച്ചെറിയുകയാണ്. അവന്റെ സ്വർഗം അവന് നരകമാണ്. എന്റെ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ ആളുകൾ പറയുമത്രേ, നീ അല്ലടാ എന്റെ അല്ലാഹ്, നിന്നെ അല്ലടാ ഞാൻ ആരാധിച്ചത്, നീ കള്ളനാണ്, നീ നിഷേധിയാണ്, നീ കള്ളനാണടാ, നിന്നെ അല്ലടാ ഞാൻ ആരാധിച്ചത്. അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, അവന്റെ സ്വർഗത്തിൽ അവന്റെ നരകത്തിലേക്ക് ഈ മുഅ്മിനീങ്ങളായ ആളുകളെ വലിച്ചെറിയപ്പെടുമെന്ന് ലോകത്തിന്റെ ഷഫീഉ നബി മുഹമ്മദ് മുസ്തഫ ഭൂമിയിൽ 40 ദിവസം താമസിക്കൂ. ആ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം 1 വർഷം പോലെ അനുഭവപ്പെടുമെന്ന് ലോകത്തിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. 1 കൊല്ലം പോലെ ആ ദജ്ജാൽ പുറപ്പെടുന്ന 1-ാമത്തെ ദിവസം 1 കൊല്ലം പോലെ അനുഭവപ്പെടും. 2-ാമത്തെ ദിവസം 1 മാസം പോലെ അനുഭവപ്പെടും. 3-ാമത്തെ ദിവസം 1 ആഴ്ച പോലെ അനുഭവപ്പെടും. 4-ാമത്തെ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം സാധാരണ ദിവസങ്ങളെ പോലെ അനുഭവപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാകുന്നുണ്ടല്ലേ?